ഞാനിന്നൊരു കോട്ട് കണ്ടു. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇതാണ്, അതായത് നമ്മളുടെ ഏറ്റവും വലിയ നഷ്ടം എന്താണെന്നറിയാമോ? അർഹതയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ കൊടുത്ത സമയം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ നഷ്ടം. അതായത് യാതൊരു അർഹതയും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് കൊടുത്ത സമയം. എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ. സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരേ തരത്തിൽ പോയാൽ അതിലൊരു രസമില്ല. നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. മാറുമ്പോൾ ചിലപ്പം യുദ്ധങ്ങൾ, ഒരുപാട് സ്വന്തമായ യുദ്ധമുറകൾ കണ്ടെത്തി യുദ്ധങ്ങൾ ചെയ്ത് നമ്മൾ പലപ്പോഴും ക്ഷീണിക്കും. നമ്മൾ ഈ എന്താ പറയുക, ഭൂമിയിൽ നമ്മൾക്ക് ചുറ്റും പ്രളയം വന്ന മൂടിയ പോലെ നമ്മൾ നിസ്സഹായരാവും. ഇതൊക്കെയാവും. എങ്കിലും നമ്മളുടെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നവരൊക്കെ പോസിറ്റീവായിട്ട് നമ്മളെ കാണുന്നവരൊന്നും ആവണമെന്നില്ല. അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. അവർ ചിലപ്പോൾ നമ്മളെ ചൂഷണം ചെയ്യാൻ വരുന്നവരായിരിക്കും. അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ നേരം നമ്മളുടെ ഒരു സൗഹൃദമോ സ്നേഹമോ പങ്കിടാൻ വരുന്നവരായിരിക്കും. നമ്മുടെ സമയം അതിനായിട്ട് കൊടുത്തു പോയല്ലോ എന്നോർത്ത് അങ്ങനെയുള്ള സങ്കടങ്ങളുടെ ഒന്നും അർത്ഥമില്ല. അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോവാം. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയാണ്. നമുക്ക് ഈ എന്താ പറയുക, ഒരു കുറേ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ വന്നു. അവരെല്ലാവരും നമ്മളെ വ്യക്തിപരമായി നമ്മളുടെ സമയം അപഹരിച്ചു, എന്നിട്ട് നമ്മളോട് നന്ദിയില്ലാതെ പോയി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്കൊരിക്കലും ഒരു സമാധാനം കിട്ടത്തില്ല. ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഓരോ പാഠം പഠിപ്പിക്കാനാണ്. അങ്ങനെ എനിക്കിപ്പോഴും തോന്നുന്നത്. നമ്മൾ ഓരോ വീഴ്ചകളിൽ നിന്നും ഓരോ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പാഠങ്ങൾ പഠിക്കുമ്പോൾ അത് പാഠങ്ങളായിട്ട് തന്നെ പഠിക്കുക. അല്ലാത്തിൽ ഇപ്പം നല്ല പാഠം പറഞ്ഞു തരുന്നവർ മാത്രമല്ലല്ലോ നമ്മുടെ ഗുരുക്കൾ എന്നുള്ളത്. നമ്മൾ ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയങ്കരമായിട്ടും സ്നേഹിച്ചിട്ട് അയാൾ നമ്മളെ ചൂഷണം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അയാൾ നമ്മുടെ വലിയൊരു ഗുരുവാണ്, അല്ലേ? ഇനി ഒരാൾ ഇങ്ങനെ വന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അയാൾ മനസ്സിലാക്കി തരുമല്ലേ. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കി തരുമല്ലേ. അപ്പോൾ അങ്ങനെ നഷ്ടബോധമൊന്നും വേണ്ട. നമ്മൾ മനുഷ്യൻ്റെ മനസ്സല്ലേ, വെറും പച്ചയായ മനുഷ്യൻ്റെ മനസ്സല്ലേ. നമ്മൾ ഇന്നാർക്ക് കുറേ സമയം കൊടുത്തുപോയി, അത് അർഹിക്കാത്ത ആളായിപ്പോയി. അങ്ങനത്തെ നഷ്ടമൊന്നും വേണ്ട. ഒറ്റയതേ ഉള്ളൂ, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഈ ലോകത്ത് എന്നെപ്പോലെ എഴുതി തള്ളപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. എനിക്കറിയാം. കാരണം ഞാനൊക്കെ അംഗീകരിക്കപ്പെടാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അത് ഏത് പ്രായം തൊട്ടേ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു പ്രൊഫഷനോട് ഇത്രയും പാഷൻ. അത് കോളേജിലാണെങ്കിലും ഞാൻ അംഗീകരിക്കപ്പെടാത്ത കുട്ടികളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൊഫഷണൽ ലൈഫിൽ എൻ്റെ കൗൺസിലിംഗ് സെൻറ്ററിലാണെങ്കിലും വരുമ്പോൾ എനിക്ക് ചിലരുടെ ഭാഷ പെട്ടെന്ന് മനസ്സിലാവും. മലയാളമായിരിക്കും നമ്മളെല്ലാം സംസാരിക്കുന്നതെങ്കിൽ പലപ്പോഴും നമുക്ക് ഭാഷ മനസ്സിലാവണമെന്നില്ല. അത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. അത് പെട്ടെന്ന് മനസ്സിലാവും. എഴുതി തള്ളപ്പെട്ടവരുടെ ഭാഷ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും സമയം കൊടുത്ത് അവർ നമ്മളെ ചൂഷണം ചെയ്തു അങ്ങനെ വിഷമിക്കണ്ട. അതൊരു പാഠമായിരുന്നു.